4 മണി ചായക്കേ അവള് 2 കാലം നിൽക്കും. എന്നാടി നിനക്കെന്നാ വേണ്ടത്? ഞാനൊരു ഉള്ളിവട ഉണ്ടാക്കാൻ ഓർത്താറുണ്ടേ. ഉള്ളി അരിഞ്ഞെടുത്തിട്ട് അതിനകത്തേക്ക് സവോളയും പിന്നെ മുട്ടക്രോസില്ലേ, മുട്ടക്രോസും കുറച്ച് അരിഞ്ഞ് മൈദമാവും ഉപ്പും കരിയാപ്പിലയും മുളകും. ആദ്യം ഈ സവോളയും മുട്ടക്രോസും ഉപ്പിട്ടിട്ട് തിരുമ്മി പിഴിഞ്ഞ് കളയണം കേട്ടോ. വെള്ളം പറ്റില്ല. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കണേ. എൻ്റെ ഞാനു എന്താ എന്നാ ജാനകി? എണ്ണ തിളയ്ക്കുമ്പോഴത്തേന് ചായക്കകത്തേക്ക് പൊടി ഇട്ടേക്കുവാണെങ്കിൽ ചായ റെഡി ആയിക്കോളും. ഒരു സ്പൂൺ പഞ്ചസാര, കുഴച്ചിട്ട് കുറച്ച് സമയം, ചിലവരൊക്കെ ഈ ബേക്കിംഗ് പൗഡറൊക്കെ ഇടും, സോഡാപ്പൊടി വേണ്ടൊക്കെ ഇടും. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. കുഴച്ചിട്ട് ഇത് കുറച്ച് സമയം അങ്ങ് വെച്ചിരുന്നാൽ അന്നേരം അങ്ങ് ലൂസായിക്കോളും. ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് കുഴയ്ക്കാം കേട്ടോ. ചെറുതായിട്ട് കയ്യിലേക്ക് വെച്ചങ്ങ് പരത്തിയിട്ട് ഉള്ളിവടയുടെ പണ്ടൊക്കെ ഉള്ളിവടയില്ലേ ഉഴുന്നുവടയുടെ ഷേപ്പിൽ, ആ ഷേപ്പൊന്നും വേണ്ട കേട്ടോ. ഉപ്പ് ഒഴിച്ച് തിരുമ്മി കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം, ഉപ്പ് വേണ്ടായിരിക്കും കേട്ടോ. ഉള്ളിവടയ്ക്ക് എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് ഉപ്പ് കൂടും, അതുകൊണ്ട് ആ ഉപ്പിട്ട് തിരുമ്മണ ആ ഉപ്പ് മാത്രം മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. 4 മണിക്ക് പിള്ളേർ വരുമ്പോഴത്തെ സവോള അരിഞ്ഞ് അന്ന് തിരുമ്മി കളയണ താമസമുള്ളൂ. ഇങ്ങനെ പരത്തി വെക്കണം. ചായ 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 പറയണം, എന്നാലാണ് ഒരുമിച്ച് വേകുള്ളൂ. വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് ലൂസായി പോകും. ഇച്ചിരി കഴിയുമ്പോൾ സവോളയുടെ വെള്ളം കൂടെ ഇറങ്ങി കഴിയുമ്പോഴത്തേന് ലൂസായി പോകും. തീ ഇനി കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും, വേകുമല്ലോ. നമ്മുടെ ചായ അതിന് അടിച്ചെടുക്കാം. മറിച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് പിന്നെ മറിച്ചിട്ട് കൊടുക്കുക, അങ്ങനെ. അല്ലെങ്കിൽ ഒരുപാട് എണ്ണ വെച്ച് കോരി എടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കേണ്ടത്, ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. എണ്ണ കുറച്ചുള്ളെങ്കിലും നമുക്ക് പലഹാരം ഉണ്ടാക്കിയെടുക്കാം. ഒത്തിരി എണ്ണയൊന്നും വേണ്ട കേട്ടോ. മറിച്ചിട്ട് പൊരിച്ചെടുത്തതേ പേപ്പറിലേക്ക് വെച്ചു. ഇനി 2 എണ്ണം ഉള്ളത് തീ കുറച്ച് വെച്ച് കയ്യിൽ ഇച്ചിരി വെള്ളം ഉണ്ടാക്കും. അതാ കൈ ഇരുന്നാവട്ടെ, നമുക്ക് ചായയും കുടിച്ച് ഉള്ളിവടയും തിന്നാം.